ഇന്നും കനത്ത മഴ തുടരും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്ന് 4 ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. റെഡ് അലർട്ട് ഇല്ല. മൺസൂൺ കാറ്റ് ശക്തി പ്രാപിച്ചതും തെക്കൻ തമിഴ്നാട് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുമാണ് സംസ്ഥാനത്ത് ശക്തമാകാൻ കാരണം. ഈ മഴ ഇങ്ങനെ തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്നതിനായിട്ട് ഇടവരുത്തുന്നത് എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ രാവിലെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ, അതുപോലെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് റമീസും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. എങ്ങനെയുണ്ട് രാവിലത്തെ ഒരു അന്തരീക്ഷം? കാര്യമായ മഴ തിരുവനന്തപുരത്ത് രാവിലെ ഇല്ല. ഇങ്ങോട്ട് ഓഫീസിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലേക്കൊക്കെ എത്തുമ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. രാത്രി എന്തായിരുന്നു സ്ഥിതി? ഏതൊക്കെ തരത്തിലാണ് പൊതുവായ കാലാവസ്ഥ മുന്നറിയിപ്പ്? നമുക്ക് രാവിലെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അക്കാര്യത്തിൽ? ശരത്ത്, ഏതായാലും മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഇന്നിപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ജില്ലകളിൽ, എറണാകുളത്തും കോട്ടയത്തും, ഈ 2 ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നും നാളെയും ഇതേ രീതിയിൽ തന്നെ ശക്തമായത് മുതൽ അതിശക്തമായ മഴയ്ക്ക് വരെയുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ രാത്രിയിൽ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ മഴ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നഗരപ്രദേശത്തടക്കം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇവിടെയും 10 മണിയുടെ പുതുക്കിയ അലർട്ടുകൾ വരുമ്പോൾ അലർട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ശക്തമായ മഴ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രീതിയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണ്ട മുൻകരുതൽ നടപടികൾ ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മൺസൂൺ കാറ്റ് ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊപ്പം തന്നെയാണ് കേരള തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ ശക്തമായത് മുതൽ അതിശക്തമായ മഴ വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വരുന്ന 2 ദിവസത്തിനുള്ളിൽ 31-ാം തീയതിയാകുമ്പോൾ കാലവർഷം കൂടി സംസ്ഥാനത്ത് എത്തിച്ചേരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഴയ്ക്ക് ഒരു ശമനം ഉണ്ടാകില്ല സംസ്ഥാനത്ത് ഇപ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ കൂട്ടിച്ചേർത്തതുപോലെ തന്നെ ജനങ്ങൾ കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണം. ആശങ്കപ്പെടേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല. പക്ഷേ കൃത്യമായി നൽകുന്ന മുന്നറിയിപ്പുകൾ അത് കൃത്യമായ രീതിയിൽ പാലിച്ചു മുന്നോട്ട് പോകാൻ ജനങ്ങൾ തയ്യാറാകണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് പ്രധാനമായും സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും കേരള തീരത്ത്, അതിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും തീരത്ത് തിരമാലകൾ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീരമേഖലയ്ക്കും മലയോര മേഖലയ്ക്കും ഒരുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരം അത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഏതായാലും പുതുക്കിയ അലർട്ടുകൾ കൂടി വരുമ്പോഴായിരിക്കും നമുക്ക് ഇന്നത്തെ ഒരു കൃത്യമായിട്ടുള്ള ചിത്രം, ഓരോ ജില്ലകളിലെയും ഒരു സാഹചര്യം, മഴയുടെ സാഹചര്യം എന്ത് എന്നുള്ളത് വ്യക്തമാകുക. ശരത്ത്.